Hello guys, welcome to my channel. It's Smith Vlogs Gaming. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ട്രീ ഫാമായാണ്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മളെല്ലാവരും കണ്ടു കാണും. ഞാനൊരു ചെറിയൊരു മോക്ക് ഫാം ഉണ്ടാക്കിയായിരുന്നു. അത് ഞാനൊരു 20 മിനിറ്റ് 30 മിനിറ്റ് എഫ്ക്ക് നിന്നിട്ട് ഞാൻ നാളെ നമുക്ക് ഒരു നല്ല പരിപാടി വരാൻ പോകുന്നുണ്ട്. വില്ലേജർ ഇത് അതുകൊണ്ട് നമ്മൾ ക്ലൈൻ വീഴുന്ന എഫ്ക്ക് നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഒരു പോർട്ടിൽ ടേക്കും കൂടെ ഉള്ളപ്പോൾ ഒന്ന് കണക്റ്റ് ആക്കി, എന്നിട്ട് അതും ബ്ലോക്കിൻ്റെ മണ്ടയിലേക്ക് ആക്കിയായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രീ ക്യാം തിരിച്ചു വന്നു ഗൈസ്. ഫ്രീ ക്യാം 1.21.11 തിരിച്ചു വന്നായിരുന്നു. സോ നമ്മളതിട്ടാണ് ഇപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇൻഫാമൊക്കെ പഴയ പോലെയൊക്കെ തന്നെ വർക്കാവുന്നുണ്ട്. മറ്റേത് ഭയങ്കര എഫിഷ്യൻസിയാണ് ഗൈസ്. പോവാം ഞാൻ ഇങ്ങനെ ഒരു പാത്രം കൂടെ ഉണ്ടാക്കി വെച്ചു. നമ്മുടെ പോർട്ടലൊക്കെ ഇവിടെ അടുത്താണെന്നറിയാൻ. മറ്റേ പോർട്ടലിലേക്ക് എത്താൻ കുറേ ദൂരം എടുക്കും ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് അറിയിക്കാം. ഗൈസ്, പിന്നെ നമ്മൾ ഡേ കൗണ്ടർ ചെയ്യുന്ന മോഡ് എടുത്ത് കളഞ്ഞു. പിന്നെ ഡെഡ് കൗണ്ടർ എടുത്ത് കളഞ്ഞു, പക്ഷേ ഇപ്പോഴും കാണിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല അവിടെ. പിന്നെ നമ്മളൊരു തവണ കീപ്പർ പൊട്ടിയായിരുന്നു. അവിടെ ബാക്കിയുള്ള എല്ലാവരും ചാകും ഗൈസ്. മീൻസ് ഈ ടൈം ഡിഫറൻസ് പറഞ്ഞില്ല, ആ സാധനത്തിൽ വിച്ച് മാത്രം അങ്ങനെ ചാകാതിരിക്കും. അവന്മാർ മാഗ്മയിൽ ഇങ്ങനെ വന്നാലും ചാകത്തില്ല, കാരണം അവന്മാർ മറ്റേ സാധനം എപ്പോഴത്തേക്ക് ഉപയോഗിക്കും. ഏതാണ് ഫയർ റെസിസ്റ്റൻസ് കുടിക്കും. അതുകൊണ്ട് വിച്ച് ചാകുന്നത് കുറവാണ്, ബാക്കി എല്ലാവരും ചാകുന്നുണ്ട്. കാണിച്ചു തരാം ഗൈസ്. അവിടെ ചെല്ലിട്ട് ഗൈസ് ലുക്ക് നമ്മുടെ ഹോട്ടൽ അവിടെ കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. ഗൈസ്, എൻ്റെ മോഡ്സിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം കണ്ടോ ഇത്രയെല്ലാം ഉള്ളൂ. പക്ഷെ ഡെഡ് കൗണ്ടർ ഇവിടെ കാണിക്കുന്നില്ല, പക്ഷെ ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇതിലാകെ നേരത്തെ കുറേ മോഡുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ ഇത് വന്നുകൊണ്ട് എന്താ 1.21.11 വന്നുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. പിന്നെ നമുക്ക് ഇത് വന്നോ നോക്കണം ഗൈസ്. സൂമിഫൈ വന്നോ നോക്കണം. ഇവിടെ വന്നപ്പോഴത്തേക്ക് രാത്രി ബെഡും ഇല്ല ഇവിടെ. ഉമ്മച്ചി ക്യാമറ, അത് കൊള്ളാം. അപ്പോൾ നമുക്ക് 2-3 ക്യാമറ ഉണ്ട് ഗൈസ്. ഇപ്പോൾ നമുക്ക് ഒരെണ്ണത്തെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു, പക്ഷേ ഇപ്പോഴത്തേക്കില്ല ഗൈസ്. അവിടെ ചെസ്റ്റൊക്കെ പഴയ ചെസ്റ്റ് ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ക്രിസ്മസ് കഴിഞ്ഞ് ഗൈസ്. ഇനി ഹാപ്പി ന്യൂ ഇയർ ഉള്ളൂ ഗൈസ്. ഇതുവരെ വീഡിയോ കണ്ടുപോയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇതാണ് ബോൺ, ഇതാണ് കുപ്പിയുടെ വരുന്നത്. ഇത് ഗ്ലോസ്റ്റേഴ്സ്, അത് കുറച്ചേ ഉള്ളൂ. പക്ഷേ റെസ്റ്റ് നമുക്ക് ആവശ്യത്തിന് വരുന്നുണ്ട്. ആവശ്യത്തിന് പറയുമ്പോൾ ഓ മൈ ഗോഡ്, ഇത് കുറച്ച് നിൽക്കാൻ ഇവിടെ പാടാ. നിൽക്ക്, എത്ര ടോർച്ച് വെച്ച് എന്തും വരുന്നുണ്ട് ഇവന്മാർ. ഇവിടെ ഏറ്റവും കൂടുതൽ എസ്കേപ്പ് ആവുന്ന മറ്റവന്മാരാണ്. അല്ലല്ലോ, വിച്ചല്ല, സ്പൈഡേഴ്സ്. അവന്മാർ ഒരിക്കലും ചാകുന്നില്ല. എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. പിന്നെ ഇത് ഡസ്റ്റ്. പിന്നെ ഇത് നമ്മളിവിടെ വരെ കാണിച്ചായിരുന്നു. ഇത് സ്ട്രിങ് 2 ചെസ്റ്റ് ആകാറായി. 2 ചെസ്റ്റ് ആയെന്ന് തോന്നുന്നു. ഓപ്പൺ ഒന്നും. ഇത് ആരോ ഒക്കെ നന്നായി വരുന്നുണ്ട്. ഇതാണ് ഇത് കണ്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നൊരു വന്നു. ഞാൻ പറഞ്ഞില്ല, ഇവന്മാരെങ്ങനെയും റെസ്റ്റ് വീഴും. ഇവന്മാർ മാത്രം വെള്ളം വീഴുന്ന സമയം മാത്രമേ ചാടി വരുള്ളൂ. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത്ര ടൈമിങ് ഇവന്മാർക്ക്. പിന്നെ ഇതാണ് നമ്മുടെ ഫാം. ഇപ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ. ഫാമിന് ചെറുതായിട്ട് കണ്ടോ ഇവിടെ ഏതെങ്കിലും വിച്ച് കിടപ്പുണ്ടോ? ഇല്ല, കാരണം ഇപ്പം ടൈമിങ് ആയി. ഇപ്പോൾ അവന്മാർ വീഴണം. പക്ഷെ ഇപ്പം അവന്മാർ വീഴുന്നില്ല. എല്ലാം അവന്മാർ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകണം. പിന്നെ ഇതുവരെ കണ്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് പറയാൻ പോകുന്നത് വേറൊന്നുമില്ല, ട്രീ ഫാമാണ്. മറ്റേ ഈ TNT ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുള്ള ഒരു ട്രീ ഫാം. അതാണെങ്കിൽ കുറച്ച്
അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പം തന്നെ എല്ലാത്തിനും സാപ്ലിങ്സ് ഉണ്ട്. പിന്നെ മറ്റേ മാംഗ്രൂവിൻ്റെ ഇല്ല, മാംഗ്രൂവിൻ്റെ അല്ലെങ്കിലും പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതല്ല കേസ് ഏറ്റവും പണി ഇവിടെ നമുക്കൊരു ഫുള്ളും കയറി കേസ്, പക്ഷെ ഒരു ലെബില്ല കൊണ്ടുപോകാൻ കേസ്. ഞാൻ വീട്ടിൽ പോയി ലെഡ് എടുത്തിട്ട് വീഡിയോ എത്തുമ്പോൾ കാണിക്കാം. ബൈ കേസ്. വീട്ടിൽ പോയി ലെഡ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ അങ്ങ് പൊക്കിക്കൊണ്ട് ഇങ്ങ് വരാം. ഇതെന്താ വരാത്തത്? ഒന്ന് വാടാ. അപ്പോൾ ഞാൻ വീടെത്തിയിട്ട് ഇവനെ ബ്രീഡ് ചെയ്യാൻ പറ്റുമോ? ഒരുത്തനും കൂടെ നിൽപ്പുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നമുക്ക് അവനെയും കൂടെ അങ്ങ് എടുക്കായിരുന്നു കേസ്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് കേസ്. അപ്പോൾ നമ്മൾ ഇവനെ വീഡിയോ തിരിച്ചിട്ട് കാണിക്കാം കേസ്. കഴിഞ്ഞ തവണ കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ വീഡിയോ റെക്കോർഡായില്ല, പക്ഷേ ഞാനൊരു സോംബിഫൈഡ് ക്യാമലൊക്കെ ഉണ്ടായിരുന്നു. അത് റെയറാണോ കേസ് ഇപ്പം? അപ്പം അതാ പുത്തൻ അപ്ഡേറ്റ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ അത് എനിക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കിട്ടുക. അത് അപ്ഡേറ്റ് ചെയ്തതിൻ്റെ അന്ന് നമ്മൾ ആ ഫാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ രാത്രി വന്നു, പക്ഷേ എൻ്റെ ആ റെക്കോർഡ് കറപ്റ്റായിപ്പോയി, അതുകൊണ്ട് കിട്ടുകയില്ല. പക്ഷേ അങ്ങനെ ഒരുത്തം ജനിച്ചായിരുന്നു. അത് റെയറാണോ ഈ സോംബിഫൈഡ് ക്യാമൽ ജനിച്ചായിരുന്നു? എനിക്ക് സോംബിഫൈഡ് ആയിരുന്നു. സോംബിഫൈഡ് ഇത് ജനിച്ചായിരുന്നു. ഞാൻ പിന്നെ അതിനെ അങ്ങ് നോക്കാൻ പോയില്ല, കൊന്നായിരുന്നു. അമ്മമാർ മറ്റേ സാധനം ഉണ്ടായിരുന്നു കയ്യിൽ, അവൻ്റെ ഒരു സോംബി മറ്റേ സാധനം വെച്ചിട്ടുണ്ട്, സ്പിയർ. ആ സ്പിയർ വെച്ച് എന്നെ കുത്തിക്കൊണ്ടിരിക്കും. ഭയങ്കര ഡാമേജ് സ്പിയറിന്. സ്പിയർ ഉണ്ടാക്കിയാലും ആലോചിക്കുന്നുണ്ടിരിക്കും. ഒരു അയൺ സ്പിയർ നമുക്ക് വീടിച്ചാൽ ഉണ്ടാക്കിയ കേസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അതും കൂടെ അയക്കാം. ഭയങ്കര പാടാണ്, അത് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഓക്കെ കേസ്. അപ്പോൾ ഞാൻ വീടെത്തിട്ടുണ്ട് കേസ്. നമ്മുടെ പോർട്ടലിലാണ് എത്തിയിട്ടുണ്ട്. മറ്റേ പോർട്ടൽ നമുക്ക് അയൺ ഫാമിലേക്ക്, അവിടെയാണ് എനിക്ക് മറ്റേ ഈ ട്രീ ഫാം കൂടെ പണിയാൻ പ്ലാൻ. സോ ഞാൻ അതുകൊണ്ട് ആ പോർട്ടൽ നേരത്തെ കണക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവനെ കയറ്റാൻ പറ്റുമോ? അവനെ ഇങ്ങനെ കയറ്റിയിട്ട് പോയി അപ്പോൾ അപ്പുറത്താണോ വീണത്? എനിക്കത് അവനെ എവിടെയും കെട്ടിയിടും നമുക്ക്, കാരണം ഒരു ക്യാമറ വീട്ടിലിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ കുറച്ച് സാപ്ലിങ് കിടക്കണം. നമുക്ക് ഇപ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്യാൻ പറയാൻ വേണ്ടി ഓക്കിൻ്റെ മാത്രമേ വെക്കുന്നുള്ളൂ കേസ്. നമ്മുടെ ഇവന്മാർക്ക് അവന് നമ്മൾ സാലറി കൊടുത്തിട്ടില്ല, ഇവന് സാലറി കൊടുക്കാനില്ല. ഓഫ്, ഭയങ്കര പഴയ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ എല്ലാം സെറ്റാക്കും. ഫുൾ ഡയമണ്ട് ആർമർ ഇവന്മാർക്ക് രണ്ടുപേർക്കുള്ള ഒരു ഇത് തുടങ്ങാം, കാരണം സാലറി ഉണ്ടാക്കാൻ പറ്റും. സോ അവന് സാലറി ഉണ്ടാക്കാം, ഇവൻ്റെ സാലറി എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, അതും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നമുക്ക് വേറെ എന്താ വേണ്ട, ഒരു കുതിരയും കൂടെ ഒന്നും വേണ്ട അത്രയ്ക്ക് വേണ്ട. പിന്നെ അതിനും കൂടെ ഞാൻ ചെയ്യേണ്ട വരും. ഓക്കെ ഗൈസ്. അപ്പോൾ ഞാൻ ആ സാധനം സെറ്റ് ഡിപ്പ് വരാം ഗൈസ്. നമ്മൾ സ്പീക്കർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ ഗൈസ്? അപ്പോൾ നമുക്ക് സ്പീക്കർ അങ്ങ് ഉണ്ടാക്കിയേക്കാം. പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഈ അപ്ഡേറ്റിൽ നമുക്ക് അതും കൂടെ ഒന്ന് ചുമ്മാ തുറന്ന് നോക്കാം. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, രണ്ടെന്നാന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ എന്തോ കണ്ടായിരുന്നു. സ്റ്റിക്കില്ല. എന്നാൽ നമ്മൾ മറ്റേ ഇതുവരെ ആയായിരുന്നു. ഇതവിടെ ഇരിക്കട്ടെ, കുറച്ചാളും കൂടെ ഇടിരി. എനിക്ക് വയ്യ മാപ്പ് നോക്കിപ്പോൾ, അതാ കേസ്. രണ്ടെണ്ണം കൂടെ എടുത്തിട്ട് നോക്കട്ടെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന് ഭയങ്കര ഡാമേജ് കുറവാണല്ലോ എല്ലാ ടൂൾസിനേക്കാളും. പക്ഷെ നോക്കാം ഗൈസ്, നമുക്ക് ഉപയോഗിക്കാം. ഇതിന് 3 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് ഇങ്ങനെ, ഞാൻ വേറൊരു വീഡിയോക്കകത്ത് കണ്ടപ്പം നമുക്കിങ്ങനെ ഡാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കി. ഇതിൻ്റെ ഡാമേജും ഉണ്ടെങ്കിൽ മനസ്സിലാക്കും. അവിടെ എല്ലാ ബട്ടണും ഞെക്കി, എന്നിട്ട് വലിയ വർക്കൊന്നും ആവുന്നില്ല. ഞാൻ പറഞ്ഞു പോയതായിരിക്കും. ഇങ്ങനെ നമുക്ക് നോക്കാം. അവിടെ ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. നിൽക്ക്, നീ അവൻ്റെ ഡാമേജ് എത്രയാണ് നോക്കട്ടെ.
ഓ മൈ ഗോഡ് ഗൈസ്, ഭയങ്കര ഡാമേജ് ഉണ്ടെന്ന് തോന്നുന്നു. ആ പന്നിയുടെ മെത്ത് വെച്ച് നോക്കാം. ഗൈസ് ഓടുന്നുണ്ട്, നമുക്ക് കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ചാകാത്ത എനിക്ക് ഡാമേജ് ഇല്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതിപ്പം ഇങ്ങനെ അടിച്ചാൽ അവൻ ചാകുമോ? ചാകും. അതായത് ദേഷ്യം എന്ന് വെച്ചാൽ അവൻ 2 മൂവുണ്ട്. നമ്മളിങ്ങനെ കൊല്ലുകയാണെങ്കിൽ അയൺ സോഡ് വെച്ച് കൊല്ലുകയാണെങ്കിൽ പോലും അവൻ ചത്തു. ഈ സമയം ഇവൻ്റെ സെക്കൻഡ് മൂവ് ആണ് ഇങ്ങനെ, അത് മറ്റേ കൈ വേണം. സെക്കൻഡ് മൂവ് ഇങ്ങനെ. ഫസ്റ്റ് മൂവിയാണ് കുറച്ചും കൂടെ ഡാമേജ് കൂടുതലെന്ന് തോന്നുന്നു. പക്ഷെ ഉപയോഗിക്കുമ്പോൾ നല്ല മെഴി വന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ പോയാൽ കുറച്ച് സ്പീഡ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ അത് നമ്മുടെ ഫുഡ് ഒന്ന് ഇറങ്ങി നോക്കണം. അത് കുറച്ച് വേഗമായിരുന്നു. സോ നമ്മുടെ ഫാമിലുള്ള സാധനം സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരാം ഗൈസ്. അപ്പോൾ നമ്മൾ സാധനം സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ഇത്ര സാധനമാണ്. ഇത് നമുക്ക് പിന്നെ അടുത്ത് കൈ വെച്ചേക്കുന്നതാണ്. ചുമ്മാ എനിക്കിട്ട് ഇത് ഇങ്ങനെ വെച്ച് നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നന്നായി. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടേ. അപ്പോൾ നമ്മൾ ഈ ഫാം പണിയെന്ന് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഫാം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കുറച്ച് എളുപ്പമായ ഒരു ഫാമാണ്, ഓട്ടോമാറ്റിക് ട്രീ ഫാം. അതിൻ്റെ എളുപ്പമാണ്, അതുകൊണ്ട് ഞാനിത് പണിയുന്നത്. നമുക്ക് നമ്മുടെ പേസ് കാണിച്ചാൽ എവിടെയാണ് പണിയുന്നത്. എന്നിട്ട് ഇത് പണി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇതിപ്പോൾ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. എൻ്റെ ഫ്രണ്ട് ഡിസ്റ്റൻസ് 20 എന്തോ കിടക്കുന്നത്, എന്നിട്ട് അധികം ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ അധികം ദിവസം നമുക്കൊരു നെതർ ഫോർട്രസ് കണ്ടുപിടിക്കാം ഗൈസ്. സോ അതിനുവേണ്ടി നമ്മൾ ഇറങ്ങാൻ പോവാം. അടുത്ത എപ്പിസോഡ് ഡയമണ്ട്സ് ഫുൾ ആർമർ, നെക്സ്റ്റ് എപ്പിസോഡ് വിതറിന് ഒരു ഈ ഫാം കൂടെ പണിയണം. നമ്മളിവിടെ പണിയുമ്പോൾ ഈ ഫാം കൂടെ വർക്ക് ആകുമായിരിക്കണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ ബെഡ് ഒരെണ്ണം കിടപ്പുണ്ട് ഇവിടെ. സോ എനിക്ക് പേടിക്കാവുന്നില്ല. എനിക്ക് ഇവിടെ റീസ്പോൺ വെക്കാം. ഇനി ചത്ത ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഫാം പണി കഴിഞ്ഞിട്ട് ഇപ്പം വരാം. അപ്പം നമ്മൾ ഫാം പണി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ബോണിലും നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സിമ്പിൾ സാധനം വെച്ച് നിറയ്ക്കണം എന്നാണ്. ഇപ്പോൾ ഒരു കൈ ബോണിൽ മെഷീനെടുത്ത് വെച്ചിട്ട് ഒരു കൈ ബോൺമീലും വെക്കണം. അതൊക്കെ നമുക്ക് കുറച്ച് ബോൺമീൽ നിറയ്ക്കണം ഡിസ്പെൻസറിനകത്ത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അവിടെ നിന്ന് പോയി ബോൺമീൽ എടുത്തിട്ട് ഇപ്പോൾ വരാം. ഏതായാലും നമ്മൾ സാധനം എടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ബോൺമീലൊക്കെ അവിടെ നിറച്ചായിരുന്നു. ഇപ്പം ഒരു സ്റ്റാക്ക് ബോൺമീൽ നമ്മളിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാക്ക് നമ്മൾ വേണം. പിന്നെ അവിടെ വെച്ചിട്ട് ഒരു ബട്ടറുണ്ട് ഗൈസ്, ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വരാം. F3+T എന്ന് പറഞ്ഞ ബട്ടൺ വെച്ചാൽ നമ്മളെ ഓട്ടോമാറ്റിക് ആവും. ഇവിടെ നോക്കി നമ്മൾ ഇത് നിൽക്കണം. ആയതായിരുന്നു ഗൈസ്, നമ്മൾ പൊക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ പണി വാങ്ങിയെന്ന് എൻ്റെ ഫാം പറയുന്നത്. എന്തിപ്പോൾ പറ്റിയേ? AFK ബട്ടണാണ് ഗൈസ്. അത് നമ്മൾ അനങ്ങാൻ പാടില്ലായിരുന്നു. ഞാൻ പക്ഷെ അനങ്ങി പണി പോലെ വിട്ടതാ. പക്ഷെ നമ്മളിങ്ങനെ നിൽക്കണം, എന്നിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം എല്ലാം ശരിയായിക്കോളും എന്നാണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാനല്ലെങ്കിൽ ഞെക്കിക്കൊണ്ടിരുന്നോളാം ഗൈസ്, എനിക്ക് വിഷയമൊന്നുമില്ല. ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക, അത് നടക്കുള്ളൂ. എനിക്ക് മറ്റേ വർക്കാവുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ സാപ്ലിങ്സ് തീർക്കത്തില്ല ഗൈസ്. നമ്മുടെ ഈ സാപ്ലിങ്സ് ഉള്ളതുകൊണ്ട് സൈഡിൽ കൂടെ സാപ്ലിങ്സ് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇത് ഓണാക്കിയിടണം ഗൈസ്, അല്ലെങ്കിൽ പണി മാറും. ഇത് കണ്ടോ ബോൺ, ഇപ്പോൾ കണ്ടോ നമ്മുടെ ബോൺ തീർന്നു. അപ്പം അവിടെ നിന്ന് സൈഡിൽ നിന്ന് നിറയ്ക്കുകയും ചെയ്യും, നമുക്ക് ചെയ്യുകയും പ്ലാന്റും ചെയ്യാം. അപ്പം ഇത്രയുള്ള ഗൈസ് എൻ്റെ വീഡിയോ. അടുത്ത വീഡിയോ നമ്മൾ ഈ ഫാമിൽ കുറച്ച് AFK നിൽക്കാൻ പോവാണ്. എനിക്ക് ആവശ്യമൊന്നുമില്ല, പക്ഷേ കുറച്ച് ആവശ്യം വരും. സോ അതിനുവേണ്ടി നമ്മൾ കുറച്ച് AFK നിൽക്കാൻ പോവുകയാണ്. അപ്പം ഇറ്റ്സ് മീ ത്രോസ് ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ടാറ്റ. അടുത്ത വീഡിയോ പുത്തൻ കണ്ടിട്ട് വരാം.